ഒരു പ്രായമായ മിക്ക വാപ്പാരെ അവസ്ഥ ഇതൊക്കെ തന്നെ. പൈസ ഇട് പൈസ. വാപ്പായ ഞാൻ ഈ വീട്ടിൽ നടക്കുന്ന ഒന്നും അറിയുന്നില്ല. ഉമ്മി വാപ്പി അറിയത്തില്ല, ഉമ്മി ബേളം വെച്ച് അറിയിക്കായിരുന്ന മതി. മക്കൾ വലുതായപ്പോൾ അവർക്ക് വേണ്ടി നിൽക്കേണ്ടി വരുന്നു. ജോലി ചെയ്തുകൊണ്ട് കൊടുക്കുന്ന ഒരു യന്ത്രം മാത്രം ഞാൻ. ഈ സോപ്പും തീർന്ന. ഒരു സോപ്പ് വേണമെങ്കിൽ 50 രൂപ എടുക്കണം. തേങ്ങയുടെയൊക്കെ വില പോയത് പോക്കൊക്കെ 50 60 ഒരു തേങ്ങ. ഒരു ദിവസം ചിലവ് നീക്കണമെങ്കിൽ എത്ര രൂപ വേണം? ഒരു ദിവസത്തെ ചിലവ് 1000 രൂപയ്ക്ക് ഒന്നും നിൽക്കത്തില്ല. എങ്ങനെയാണോ എന്തോ മൊത്തത്തിലുള്ള കുടുംബ ബഡ്ജറ്റ് മൊത്തവും താളം തെറ്റുക. ഉമ്മേ നീ വന്നാ? വാപ്പി ഇത് അറിഞ്ഞുള്ള കാര്യം അറിയാല്ലേ? എനിക്ക് ആകപ്പാട് പേടിയാവുന്നു മോനെ. ഉമ്മ പറയായിരുന്നാ മതി, അപ്പൊ വാപ്പി അറിയില്ല. എനിക്ക് പേടിയാവുന്നു. വാപ്പിയാണെങ്കിൽ എനിക്ക് വാപ്പിയെ മറച്ചൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം നിന്റെ കാര്യത്തിൽ ഞാൻ ഒരുപാട് മറയ്ക്കുന്നുണ്ട്. എനിക്ക് ഓർക്കുമ്പോൾ പേടിയാവുന്നു. അമ്മേ 2000 രൂപ വേണേ. ഇന്ന് വേണോ? ഇന്ന് വേണം. 2000 വേണം അല്ലേ? വാപ്പി അറിയാതെ ഉള്ള കാര്യങ്ങൾ വേണ്ട മോനെ. ഇതൊന്നും നമുക്ക് ഇത് നിർത്താം. വാപ്പി അറിഞ്ഞുള്ള കാര്യം അറിയാലോ. വേണ്ട, ഇത് വേണ്ട നമുക്ക്. ഉമ്മയൊന്നും മിണ്ടാതെ പോയേ. ഉമ്മ പറയായിരുന്നാ മതി, അങ്ങനെയാണെ വാപ്പി അറിയില്ല. എന്താ ഉമ്മായിമോനും കൂടെ ഒരു രഹസ്യം? ഒന്നുമില്ല, ഞങ്ങൾ വെറുതെ സംസാരിച്ചത്. മോൻ പോയിക്കോ. അതെന്താ എന്നെ കണ്ടപ്പോൾ അങ്ങ് പോയത്? ഒന്നുമില്ല, ഇക്ക അങ്ങോട്ട് പോയിക്കോ. ഞാൻ എന്താ വരുന്നത്. കഴിഞ്ഞു, അലക്കി കഴിഞ്ഞു. നൈറ്റ് ഡ്യൂട്ടി അല്ലായിരുന്നു, അത് കഴിഞ്ഞിട്ട് വന്ന് കിടന്ന് ഉറങ്ങുന്ന. ഇവിടെ ഉണ്ട്. എന്തോനെ? ചേച്ചി മോൻ വിളിക്കുന്നു. പൈസ ഇട് പൈസ ഇട്. ആമാരൊക്കെ വിളിക്കുന്നു. പെട്ടെന്ന് പെട്ടെന്ന് വാ. വാപ്പിയുണ്ടേ, നീ സൂക്ഷിച്ചും കണ്ടും. പയ്യെ പറ. ഞാൻ എടുത്തു തരാം. പൈസ ഇട് പെട്ടെന്ന് വാ. ഇതൊന്നും വാപ്പി അറിയരുത്. നേരത്തെ വരണേ, താമസിക്കൊന്നും ചെയ്യല്ലേ. വാപ്പി അറിയാടാ വരരുത്, പറഞ്ഞേക്കാം. വാപ്പി ഒന്നും അറിയത്തില്ല, ഉമ്മി വേളം വെച്ച് അറിയിക്കായിരുന്നാ മതി. ഞാൻ ഇപ്പൊ വരാം. പോയിട്ട് അന്ന് അറിയുന്നതിന്റെ അന്നായിരിക്കും. എന്നാ ഇങ്ങത്താ. ഞാൻ പറഞ്ഞു കേട്ടാ മോനെ. അപ്പി ഇവിടെ കിടന്ന് ഉറങ്ങുവാ. താമസിക്കരുത്, കറങ്ങി അടക്കരുത്. അപ്പോഴേ ഇനി വരണം. ഞാൻ പെട്ടെന്ന് വരാം. ഞാൻ പോന്നേ. അറിയുമ്പോൾ ഉള്ള അവസ്ഥ എനിക്കറിയാൻ വയ്യ. വരുന്ന ചേച്ചി. മീനാ? ഇതുവരെ പോയില്ലല്ലോ. അപ്പൊ ഇതെവിടെ പോകുന്നത്? നീ വന്ന? ആര് വന്നാന്ന്? ഇക്ക വരുന്ന കണ്ടോണ്ട് ഞാൻ ചോദിച്ചതാ. ഇക്ക എന്തിപ്പോ വന്നത്? എനിക്കൊന്ന് വയ്യായിരുന്നു, ഞാൻ ജോലിക്ക് കയറിയില്ല. ഹാഫിസ് എവിടെ? മോൻ ഉറങ്ങിയല്ലേ? അവരും ഉറങ്ങി, പിള്ളേരും ഉറങ്ങി. എന്നാ അങ്ങ് വിളി.
ഇനിയിപ്പോ വിളിക്കുന്ന എന്തിനാ? അവര് ഉറങ്ങുമല്ലേ? അവൻ ഉറങ്ങി, കുറെ സമയമായി ഉറങ്ങിയിട്ട്. വിളിക്കണ്ടല്ലേ. ഇക്ക വാ, വല്ലതും കഴിച്ചിട്ട് കിടക്കെങ്കി. ഇതെന്ത് ഇവിടെ ഇരിക്കുന്നത്? ഇതാണ് അവിടെ കിടന്ന് ഉറങ്ങിയെന്ന് പറഞ്ഞ ചെറുക്കൻ. ഇപ്പൊ അവൻ എവിടെ നിന്ന് വന്ന്? ആ, എവിടെ പോയിരുന്നടാ? അവിടെ ഞാൻ കൂട്ടുകാരന്റെ വീട്ടില്. ഈ സമയം വരെ? മണി 11 ഇതെന്താ എത്ര ചോദ്യം ചെയ്യാൻ? കൊച്ചു പറഞ്ഞില്ലേ? പിന്നെ നീ അങ്ങനെ അല്ലല്ലോ എന്റെ അടുത്ത് പറഞ്ഞത്. അത് ഞാൻ ഉറങ്ങുന്നെന്ന് ഞാൻ ഇന്നലത്തെ ഓർമ്മയായിപ്പോയി. മക്കള് പോയി കിടന്നോ? നീ അവന്റെ ഉമ്മ അല്ലേ? അവൻ വരുന്നേ പോകുന്നേന്ന് നീ അറിയുന്നില്ലേ? പോയിക്കോ. ഉറങ്ങുന്നെന്ന് പറയുന്നത് നിനക്കെന്ത് ഈ വീടുമായിട്ട് ഉത്തരവാദിത്വം ഇല്ലേ? ഇനി കൂടുതൽ ചോദ്യം ചെയ്യാനൊന്നും ഇല്ലക്കാ. അവൻ കൂട്ടുകാരനെ പോകുന്നില്ലേ പറഞ്ഞായിരുന്നു. ഞാൻ വിചാരിച്ച അമ്മ വന്നിടന്ന് ഉറങ്ങിയെന്ന്. അവൻ വല്ലതും കഴിച്ചതിന്? അവൻ നേരത്തെ ഒന്ന് ആഹാരമൊക്കെ കഴിച്ചതാ. അവൻ കൂട്ടുകാരന്റെ വീട്ടിലൊന്ന് പോയതാ. ഞാനതങ്ങ് വിട്ടുപോയി. ഞാൻ ജോലിയും കാര്യമായിട്ട് നടക്കുന്ന ഞാൻ ഈ പിള്ളേരെ നോക്കാൻ എനിക്ക് സമയമില്ല. നീ എന്താ ജോലി നിനക്ക്? അതിനിപ്പോ ഇത്ര ചോദ്യം ചെയ്യേണ്ടായിരിക്കുന്നത്? കൊച്ചുങ്ങളാകുമ്പോ ഒന്ന് കൂട്ടുകാരന്റെ വീട്ടിൽ പോവുകയോ വരികയൊക്കെ ചെയ്തെന്നിരിക്കും. നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കേ. മക്കളെ ചോദ്യം ചെയ്യാൻ പോലും എന്നെ സമ്മതിക്കത്തില്ല. ഇക്കടെ കാര്യം നോക്കേ. ഇത്ര ഇട്ട് ക്രോസ് വിസ്താരം തരാൻ എന്താ? മക്കൾ എവിടെ പോയി, എങ്ങനെ പോയി, എന്തിനു പോയെന്ന് എനിക്ക് ചോദിക്കണ്ടേ? കൊച്ചു പിള്ളേരല്ലേ, 10-17 വയസ്സായ ചെറുക്കനല്ലേ. അവനെ എപ്പോഴും നിങ്ങൾ ഇടം വല്ല വിരിയാതെ ഇങ്ങനെ ചോദിച്ച് ഞാൻ എവിടെ പോയിരുന്നു, ഞാൻ എന്താ ചെയ്ത്, നീ എന്താ ചെയ്ത്, നീ അങ്ങോട്ട് പോയ ഇങ്ങോട്ട് പോയ, തുമ്മിയ എന്ന് പറഞ്ഞു 100 ചോദ്യം ചെയ്യലാണ് ആ കൊച്ചിനെ. എടീ, മക്കള് വഴിതെറ്റി പോവും. ആ പിള്ളേരാണ്. ഈ ഒരു ഓർമ്മയെങ്കിലും വേണം. അവര് നിങ്ങൾക്ക് വില തരണമെങ്കിലേ ഇങ്ങനെ ചോദ്യം ചെയ്യാൻ നിൽക്കരുത്. പണ്ടത്തെ പട്ടാളം ചിട്ടാണക്ക്. ഇപ്പോഴത്തെ കുട്ടികളെ അങ്ങനെയൊന്നും വളർത്താൻ പറ്റത്തില്ല. സ്നേഹിച്ച് കൂടെ നിർത്തിയാൽ മതി. പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. മക്കളും ഉമ്മായും ഒരു കൈ. ഞാൻ ജോലി ചെയ്തുകൊണ്ട് കൊടുത്താൽ മതി. എനിക്ക് ഈ വീട്ടിലൊരു വിലയില്ല. ഒരു പ്രായമായ മിക്ക വാപ്പാരെ അവസ്ഥ ഇതൊക്കെ തന്നെ. ഞാൻ ഇവിടെ വെച്ച പൈസ എവിടെ? ഹാഫിസേ, അവിടെ ഇരുന്ന പൈസ എവിടെടാ? പൈസ എടുത്താ നീ? ഞാൻ കണ്ടില്ല പാപ്പി. ഞാൻ അവിടെ കൊണ്ടുവച്ച 10,000 രൂപ എവിടെ? പാപ്പി വെച്ചെടുത്ത് കാണും പാപ്പി. പൈസക്ക് നിനക്കാണ് ആവശ്യം. നീ ഇവിടെ നിന്ന് പൈസ എടുത്ത് പൈസ കൊണ്ട്. പാപ്പി എന്തൊക്കെയാ പാപ്പി പറയുന്ന? പൈസ എനിക്കെന്തിന് പൈസ? ഇവിടെ പൈസക്ക് ആവശ്യം നിനക്കാണ്. നിനക്ക് അനാവശ്യ ചെലവാണ്. നിന്റെ കാര്യങ്ങൾ ഞാൻ അറിയുന്നില്ലെന്നാ? നീ ആയിരിക്കും എടുത്തത്. മര്യാദക്ക് പൈസ ഉണ്ടോ? നീ വന്നാ? പാപ്പി എന്തൊക്കെയാ ഉമ്മി പറയുന്നത്? ഇവിടെ ഇരുന്ന 10,000 രൂപ കാണുന്നില്ല. പൈസ കാണുന്നില്ലെന്നാ? അതവിടെ കാണുമായിരിക്കും. ഇവ എടുത്ത്. എന്റെ കൊച്ചെന്തിനാ എടുക്കുന്ന? അവനൊന്നും എടുക്കത്തില്ല. അനാവശ്യങ്ങൾ പറയാതെ. എന്ത് കണ്ടിട്ടാണ് അവൻ എടുത്തെന്ന് പറയുന്നത്? ഈ വീട്ടിലെ പൈസക്ക് ആവശ്യം അവനാണ്. എനിക്കറിയാം നീ രണ്ടും കൂടെ കളിക്കുന്ന കളി. എന്തൊക്കെയാ പറയുന്ന? അവനിക്ക് പൈസക്ക് ആവശ്യമൊന്നുമില്ല. അവ ഒരു പൈസയും ചെലവാക്കുന്ന ആളല്ല. നിനക്ക് ഞാൻ പറഞ്ഞുതരാം ഓരോ കാര്യങ്ങള്.
അവനെ 6 മണിക്ക് ക്ലാസ് കഴിയും. അവൻ വീട്ടിൽ വരുന്ന എത്ര മണിക്കാ? 10 മണിയായാലും അവൻ വീട്ടിൽ വരത്തില്ലല്ലോ. അവൻ എവിടെയൊക്കെ പോകുന്നുണ്ടെന്ന് നിനക്കറിയോ? അവൻ അനാവശ്യ കൂട്ടുകെട്ടുകളുണ്ട്. നീ അവന് പൈസ കൊടുക്കുന്ന എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന പൈസ എടുത്താണല്ലേ നീ പിള്ളേർക്ക് കൊടുത്ത് വഷളാക്കുന്നത്. നീ മതി ഇക്ക കുറച്ച് നിർത്ത്. ഇക്ക പറഞ്ഞില്ലേ അവൻ 10 മണിയാൻ വരാനെന്ന്. എന്താ കാര്യം എന്നറിയോ? അവൻ 6 മണിക്ക് ട്യൂഷൻ കഴിയും, ശരി തന്നെ. പിന്നെ 10 മണി വരെ അവൻ പാർട്ട് ടൈം ജോലിക്ക് പോന്നു. അത് നിങ്ങൾക്ക് അറിയാവോ? ഒരു ഹോട്ടലില് സപ്ലയർ ആയിട്ട്. ഹോട്ടലിലാ? 300 രൂപ അവന് കിട്ടും. അത് കൊണ്ടുവന്ന് എന്റെ ദിവസം ഏൽപ്പിക്കാറുണ്ട്. 1 രൂപ എടുത്താൽ വെള്ളം പോലും കുടിക്കാറില്ല എന്റെ കുഞ്ഞ്. എന്നെ ഏൽപ്പിക്കും. അവന് ഫീസ് കൊടുക്കാൻ അവൻ ഇന്നലെ എന്റെ പൈസ വാങ്ങിച്ചുകൊണ്ട് പോയത്. ഇത്രയും നാൾ എന്നോട് പറയായിരുന്നത്? ഇപ്പോഴത്തെ ചെലവുകളൊക്കെ എന്തുമാത്രമായിക്കാ. ഇക്ക കൊണ്ടുവരുന്ന പൈസ കൊണ്ട് അവന്റെ ട്യൂഷൻ ഫീസ് ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല. അവന്റെ കുഞ്ഞുങ്ങൾ ഒരു പൈസ അനാവശ്യമായിട്ട് ചെലവാക്കത്തില്ല. പിന്നെ പറഞ്ഞ എന്താണെന്നറിയോ? സപ്ലയർ ആയിട്ട് ജോലിക്ക് പോകുന്ന വാപ്പി അറിഞ്ഞാൽ വിഷമം വരും. എന്റെ കൊച്ചു എത്ര മാസം ഫീസ് കൊടുക്കാൻ നടന്നെന്നറിയാം ട്യൂഷനൊക്കെ. അങ്ങനെ അവൻ കണ്ടുപിടിച്ച മാർഗം. വാപ്പിക്ക് സങ്കടം വരും. അതുകൊണ്ട് വാപ്പി അറിയല്ലേ എന്ന് പറഞ്ഞ എന്റെ മോൻ പറയാതിരുന്നത്. അല്ല, ഒന്നുമല്ല, നിങ്ങളെ സഹായിക്കാൻ വേണ്ടി. ബാക്കി പൈസ കൊണ്ട് വീട്ടിലെ കാര്യങ്ങൾക്കും എല്ലാം എടുക്കും. അല്ലാതെ എന്റെ കുഞ്ഞിന്റെ ഫീസും കൊടുക്കും. അല്ലാതെ അവ ഒരു പൈസ പോലും അതിൽ നിന്ന് വാങ്ങത്തില്ല. അവൻ പാത്രം കഴുകാനോ പാത്രം എടുക്കാനോ ഒക്കെ പോകുന്ന കേട്ടാ നിങ്ങൾക്ക് വിഷമം വരത്തില്ല? നിങ്ങൾ അങ്ങനെയല്ലല്ലോ അവനെ വളർത്തുന്നത്. അതുകൊണ്ട് മാത്രം അറിയിക്കാതിരുന്നത്. അല്ലാതെ എന്റെ കുഞ്ഞ് പൈസയൊന്നും കണ്ടിട്ടില്ല. പൈസ അവിടെ എവിടെയെങ്കിലും കാണും. ഞാൻ പോയി നോക്കി എടുത്തിട്ട് വരാം. എന്റെ കുഞ്ഞിനെ എങ്കിലും നിങ്ങൾ കള്ളൻ എന്ന് പറഞ്ഞില്ലേ? അതാണ് എനിക്ക് സഹിക്കാൻ വയ്യാത്തത്. അനാവശ്യമായിട്ട് ചെലവാക്കുന്ന മക്കളല്ല നമ്മൾ പഠിപ്പിച്ച. അങ്ങനല്ലല്ലോ നമ്മൾ വളർത്തിയത്. പിന്നെ അവനിക്ക് ഈ വീട്ടിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം അറിയാം. അവൻ കണ്ടു വളർന്നവനാ. അതുകൊണ്ട് അവൻ അങ്ങനെ പോയത് ജോലിക്ക് തന്നെ. പൈസ ഞാൻ പോയി നോക്കാം. മോനെ, വാപ്പി മോനെ കുറച്ച് സമയത്തായാലും സംശയിച്ചു. മോനെ ഇങ്ങ് ബാ. പാപ്പി ഈ പ്രായത്തിലുള്ളവരില്ലേ വഴിയേറ്റിപ്പോയെന്നാണ് എല്ലാവരെയും വിചാരം. പക്ഷെ എല്ലാവരും അങ്ങനെയല്ല. മാതാപിതാക്കളെ കഷ്ടപ്പാടറിയുന്നവര് മക്കളും വഴിയേറ്റിപ്പോവില്ല പാപ്പി. ഇക്ക കൊണ്ടുവച്ചിരുന്ന പൈസ ഇതാണോ? കണ്ട, അത് ഡ്രോയർ മാറി വെച്ചിരുന്നതാ. അപ്പൊ എല്ലായിടും നോക്കാതെ എന്റെ കുഞ്ഞിനെ ഇങ്ങനെ പറഞ്ഞതേ. അല്ലടേ, എൻ്റെ മനസ്സിൽ കുറേ സംശയങ്ങളാ കുറേ ദിവസം കൊണ്ട്. അങ്ങനെ പറ്റിപ്പോയതാ. പോട്ടെ പോട്ടെ മോനെ. അതെന്താണെന്നറിയോ ഇക്ക? ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളെല്ലാം ചീത്തയാണെന്നുള്ളൊരു ചിന്താഗതിയുണ്ട്. ആ ചിന്താഗതി ആദ്യം മാറ്റേണ്ടത്. ആ കണ്ണുകൊണ്ട് കാണുന്നോണ്ടാ എല്ലാ കുട്ടികളും ചീത്തയായിട്ട് തോന്നുന്നത്. ശരിയല്ലേ?